ചെർപ്പളശ്ശേരി നഗര നവീകരണം ടൗണിൽ നടക്കുന്ന അഴുക്കുചാൽ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന് ആരോപണം. ബസ് സ്റ്റാൻഡിനും പോലീസ് എയ്ഡ് പോസ്റ്റിനും ഇടയിൽ അഴുക്കുചാൽ വളഞ്ഞും തിരിഞ്ഞും നിർമ്മിച്ചതാണ് പരാതിക്ക് ഇടയാക്കിയിരിക്കുന്നത്. ചെർപ്പളശ്ശേരിക്കാർ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പദ്ധതിയാണ് നഗര നവീകരണം. നെല്ലായ മുതൽ കച്ചേരിക്കുന്ന് വരെ നടക്കുന്ന നഗര നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി അഴുക്കുചാൽ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ടൗണിൽ കയ്യേറ്റം ഉൾപ്പെടെ പൊളിച്ചു നീക്കി 14 മീറ്റർ വീതിയിലാണ് 4 വരിപ്പാതയും നടപ്പാതയും നിർമ്മിക്കുന്നത്. എന്നാൽ ടൗണിൽ നടക്കുന്ന അഴുക്കുചാലിന്റെ പ്രവൃത്തികളിൽ അശാസ്ത്രീയതയെന്നാണ് ആരോപണം. ബസ് സ്റ്റാൻഡിനും പോലീസ് എയ്ഡ് പോസ്റ്റിനും ഇടയിൽ അഴുക്കുചാലുകൾ വളഞ്ഞും തിരിഞ്ഞും നിർമ്മിച്ചതാണ് പരാതിക്ക് ഇടയാക്കിയിരിക്കുന്നത്. സർവേ പ്രകാരമല്ല ഇവിടെ അഴുക്കുചാൽ നിർമ്മാണം നടക്കുന്നതെന്നും നിരവധി കടകളുടെ മുൻഭാഗവും തറയും റോഡ് വികസനത്തിനായി പൊളിച്ചു നീക്കിയപ്പോൾ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് അഴുക്കുചാൽ വളച്ചു നിർമ്മിച്ചത് സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ ഭാഗമാണെന്നും അധികാരികളുടെ വീക്ഷണമില്ലാത്ത ഇത്തരം പ്രവൃത്തികൾ പദ്ധതിയെ വികലമാക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി KP മുഹമ്മദ് അലി, മുൻ ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൽ ഖാദർ വാക്കയിൽ എന്നിവർ പറഞ്ഞു. നഗരവികസനത്തിൻ്റെ ഭാഗമായി ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റി ഒരു വലിയ പ്രോജക്റ്റ് തയ്യാറാക്കുകയും ആ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെർപ്പളശ്ശേരിയിൽ വലിയൊരു വികസനം വരുമെന്ന് പ്രതീക്ഷയിന് കളങ്കം പറ്റുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ വികസനം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു ഷെഡിൻ്റെ കാലിന് വേണ്ടി ഇതിനെ വളച്ചൊടിച്ച് ഇവിടെ ഒരു വെള്ളക്കെട്ട് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഇത് നിൽക്കുന്നത്. അപ്പോൾ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വളരെ നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്കിതിനോട് പറയാനുള്ളത്. പ്രധാനമായും ചെർപ്പളശ്ശേരിയുടെ ഹൃദയഭാഗമായ മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡ് മുന്നിലുള്ള ഭാഗത്ത് ചില അപാകതകൾ ഉണ്ട്. അത് ഈ പ്രത്യേകമായും ഈ ഡ്രെയിനേജിൻ്റെ ഭാഗമായിട്ടാണ്. ഡ്രെയിനേജ് മുനിസിപ്പാലിറ്റിയുടെ ഷെഡും ബസ് സ്റ്റാൻഡിൻ്റെ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ ഭാഗവും കൃത്യമായി നേർരേഖയിൽ പോകുന്നതിന് പകരം അതിനെ പുറംതിരിഞ്ഞുകൊണ്ട്, അതായത് ഡ്രെയിനേജിനെ വളരെയധികം വളച്ചുകൊണ്ടാണ് അത് ഡ്രെയിനേജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ യാത്രാക്ലേശവും മാത്രമല്ല മഴക്കാലത്ത് വലിയ വെള്ളക്കെട്ടും ഉണ്ടാവാൻ സാഹചര്യം ഒരുക്കുന്നതാണ്. ആ സാഹചര്യം ഇല്ലാതെ ആക്കണമെങ്കിൽ കൃത്യമായ നേർരേഖയിലൂടെ ഈ ഡ്രെയിനേജിനെ കൊണ്ടുപോയാൽ മാത്രമേ ഇവിടെ നഗരവികസനത്തിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ വികസനത്തിൻ്റെ ഫലപ്രാപ്തിയും എത്തുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നഗര നവീകരണത്തിൽ മുനിസിപ്പാലിറ്റിക്ക് കൃത്യമായ ഒരു വീക്ഷണമില്ല എന്നുള്ളതും കൂടി ഇതിൽ എടുത്തു പറയാനുള്ളതുണ്ട്. കാരണം മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയുടെയൊക്കെ മുന്നിലൂടെയാണ് ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവൃത്തി ഇങ്ങനെ നടക്കുമ്പോൾ അവരത് കൃത്യമായി ഇടപെടാതെ അത് അവരുടെ സ്ഥലം പോകുമോ എന്തോ കരുതിയിട്ടാവാം. എന്തായാലും മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധ ഇതിൽ കൃത്യമായി പതിയേണ്ടതുണ്ട്. കാവുവട്ടത്തും മറ്റു പലയിടത്തും റോഡിൻ്റെ വീതി സംബന്ധിച്ച് ആക്ഷേപമുണ്ട്. എന്നാൽ 6 മീറ്റർ മുതൽ 7 മീറ്റർ വരെ ടാർ സ്പേസ് ഉള്ള ഭാഗത്ത് 10 മീറ്റർ വീതിയിലും ടൗണിൽ 14 മീറ്റർ വീതിയിലുമാകും ടാറിംഗ് വരിക എന്നാണ് KRFB അറിയിച്ചിട്ടുള്ളത്. വാഹനങ്ങൾക്ക് സുഗമമായി പോകുവാൻ താഴ്ന്ന ഭാഗത്ത് ഉയർത്തിയും ഉയർന്ന ഭാഗത്ത് താഴ്ത്തിയുമാണ് റോഡിൻ്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. അതേസമയം പ്രവൃത്തി നഗരത്തിലെത്തിയതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടുണ്ട്. ഇതൊഴിവാക്കാൻ പോലീസ് ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam.